സ്വർഗം തുറക്കണേ. ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും അഭിവാദനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം യെശയ്യായുടെ പുസ്തകം 35-ാം അധ്യായം 4-ാം തിരുലിഖിതം. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടണ്ട, ധൈര്യമായിരിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതിഫലവുമായി വന്ന് നിങ്ങളെ രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വിടുതൽ നൽകുന്ന ദൈവമാണ്. ബൈബിളിലെ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഒരു ദിവസം ഒരു ദൈവ പൈതൽ അതീവ വേദനയോടെ സിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നു. 35 വർഷമായ ആസ്മരോഗം, 30 വർഷമായി പൊടി വലിക്കുന്ന ശീലം. ഇതിൽ നിന്ന് മോചനത്തിനായി കേണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, ഇതിൽ നിന്ന് മോചനത്തിനായി അധ്വാനിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളും വർഷങ്ങളുമായി. എന്നാൽ സൗഖ്യമില്ല. അങ്ങനെ നിരാശ പൂണ്ട് സഗീവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്ന് യേശുക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ജീവിതത്തിലുണ്ടായ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് AK ജോണി. മുല്ലശ്ശേരി തൃശ്ശൂർ ഭാഗത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഒരു ആസ്മരോഗിയായിട്ട് 35 വർഷങ്ങൾ കഴിഞ്ഞു. ഇതുവരെയും എനിക്ക് സൗഖ്യം കിട്ടിയിട്ടില്ല. ഞാൻ മരുന്ന് കഴിക്കുന്നു, ചികിത്സിക്കുന്നു, പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നു. എന്നാൽ എനിക്ക് സൗഖ്യം ലഭിച്ചില്ല. ചൂടുവെള്ളത്തിൽ മാത്രമാണ് എൻ്റെ കുളി. ഞാൻ ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് നിരാശയോടുകൂടെയാണ് വന്നത്. ധ്യാനകേന്ദ്രത്തിൽ വന്ന് യേശുക്രിസ്തുവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ യേശുവേ, എൻ്റെ ഈ രോഗത്തിൽ നിന്ന് എന്നെ സുഖപ്പെടുത്തണമേ. അന്നു മുതൽ കാലത്ത് 4:30 എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ കുളിക്കാൻ തുടങ്ങി. എനിക്കതിന് ശേഷം ഇന്ന് വരെ ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ശ്വസിക്കുന്നതിനുള്ള തടസ്സങ്ങളും എൻ്റെ യേശു എടുത്തു മാറ്റി. കഫക്കെട്ട് മൂലമുള്ള പ്രയാസങ്ങളും വിട്ടുപോയി. ഇന്ന് എനിക്ക് സുഖമായി ശ്വസിക്കാം. ആസ്മ എന്നെ വിട്ടുപോയതായി എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ 30 വർഷമായി മൂക്കിപ്പൊടി വലിക്കുന്ന സ്വഭാവം കൊണ്ട് എൻ്റെ മനസ്സ് തളർന്നിരിക്കുകയായിരുന്നു. മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ട് എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവിടെ വന്ന് യേശുക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതോടുകൂടെ എൻ്റെ പൊടിവലി എൻ്റെ ജീവിതത്തിൽ നിന്നും വിട്ടുപോയി. ഇപ്പോൾ പൊടി വലിക്കണമെന്ന് തോന്നുന്നേയില്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൻ്റെ ഒരു ദുരിതം, ജീവിതത്തിൻ്റെ ഒരു കഷ്ടത, ആ കഷ്ടതയിൽ തകർന്നൊരു മനുഷ്യൻ ഒരു നാൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോൾ ഹൃദയം നുറുങ്ങി യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചു. 34-ാം സങ്കീർത്തനത്തിലെ 4-ാമത്തെ തിരുലിഖിതം, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വിടുതൽ നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ബൈബിളിൽ സ്വന്തം ഭോഷത്വ നിമിത്തം തകർച്ചയിലേക്ക് വന്നൊരു ദൈവ പൈതലിൻ്റെ കഥയുണ്ട്. യോന പ്രവാചകൻ്റെ കഥ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മിക്കവരുടെയും ജീവിതത്തിൽ പല തകർച്ചകളുടെയും പിന്നിൽ അവനവൻ്റെ ഭോഷത്വമാണ് ഇരിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 3-ാം വാക്യം, സ്വന്തം ഭോഷത്വമാണ് ഒരുവൻ്റെ വഴി നാശത്തിൽ എത്തിക്കുന്നത്, എന്നിട്ടും അവൻ്റെ ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ട് ജ്വലിക്കുന്നു. സ്വന്തം ഭോഷത്വമാണ് ഒരുവൻ്റെ വഴി നാശത്തിൽ എത്തിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യോന പ്രവാചകനെ ദൈവം വിളിച്ചു. മഹാനഗരമായ നിനവയിൽ ചെന്ന് അതിനെതിരെ നീ വിളിച്ചു പറയുക. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിങ്കൽ എത്തിച്ചേർന്നിരിക്കുന്നു. എന്നാൽ യോന എഴുന്നേറ്റ് താർശീഷിലേക്ക് പോയി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയാൻ ശ്രമിച്ചു.
അവൻ താർശീഷിലേക്കുള്ളൊരു കപ്പൽ പോയി കയറി. ആ കപ്പലാകട്ടെ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാതെ നടുക്കടലിൽ കൊടുങ്കാറ്റിൽപ്പെട്ട് വട്ടം ചുറ്റി മുന്നോട്ടുള്ള ഗതി ദുഷ്കരമായി വളരെ പ്രതികൂലത്തെ നേരിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം കപ്പിത്താനും കപ്പൽ ജോലിക്കാരും ഈ തകർച്ചയുടെ കാരണത്തെ തിരിച്ചറിഞ്ഞു. അവർ യോനായെ എടുത്ത് പുറം കടലിലേക്ക് വലിച്ചെറിഞ്ഞു. യോന അവൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഈ കടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൈയും കാലും ഇട്ട് അടിച്ചു. അവൻ്റെ മുഴുവൻ ശക്തിയെടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി അവൻ പരിശ്രമിച്ചു. എന്നാൽ അത് കാറ്റിനെ പിന്തുടരുന്നവരെ പോലെയായിരുന്നു. ഒരു ഫലവും ഉണ്ടാക്കിയില്ല. പാഴ്വേലയായി അവസാനിച്ചു. അവൻ താണു പോയിക്കൊണ്ടേയിരുന്നു. ഇതുപോലെയാണ് അനേകരുടെ ജീവിതം. ദൈവത്തെ വിട്ട് സ്വന്തം വഴിയിലൂടെ നടന്ന യോന തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയതുപോലെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകർ ദൈവത്തെ വിട്ടു നടന്ന് തകർച്ചയുടെ വേദന അനുഭവിക്കുന്നുണ്ട് ഈ ലോകത്തിൽ. അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ പരിശ്രമിക്കുന്നു, രാപകലുകൾ അവർ അധ്വാനിക്കുന്നു. എന്നാൽ കാറ്റിനെ പിന്തുടരുന്നവരെ പോലെ അത്രേ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം. ഒന്നും നീക്കുമാക്കിയില്ല, ഒരു മേൽഗതിയില്ല, ഒരു വിജയവും ഇല്ല. തകർന്ന ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോന കടലിൻ്റെ അടിയിലേക്ക് താണുകൊണ്ടിരുന്നു. കടലിൻ്റെ അടിത്തട്ടിലേക്ക് എത്താറായപ്പോൾ യോനായ്ക്കൊരു കാര്യം മനസ്സിലായി. ഇനി എനിക്ക് രക്ഷയില്ല, ഇനി എനിക്ക് വിടുതലില്ല. ഞാൻ അടിഞ്ഞു, ഞാൻ തകർന്നു, ഞാൻ ഇവിടെ നശിക്കും, ഞാൻ ഈ കടലിൻ്റെ അടിത്തട്ടി നശിക്കും. പുറംലോകം ആരും അറിയുകയില്ല. ഇനി എനിക്കായി എല്ലാ വാതിലും അടയ്ക്കപ്പെട്ട് കഴിഞ്ഞു. അതാണ് യോനായുടെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്. വചനം പഠിപ്പിക്കുന്നു, സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു, ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു, പായൽ എൻ്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു, പർവ്വതങ്ങൾ വേരുപാക്കിയിരിക്കുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇതാ ഞാൻ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞു. അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചു പൂട്ടി. ഇതാണ് യോനായുടെ അനുഭവം. പക്ഷേ യോന നിരാശപ്പെട്ടില്ല. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു തിരിച്ചറിവുണ്ടായി. എനിക്കൊരു ദൈവമുണ്ട്. എൻ്റെ ദൈവം എനിക്ക് വിടുതൽ തരുന്ന ദൈവമാണ്. എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. ഒരു ആത്മീയ പ്രത്യാശ അവൻ്റെ ഉള്ളിൽ നാമ്പെട്ടു. അവൻ ആ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കടന്ന് ഹൃദയം പൊട്ടി കർത്താവിനെ വിളിച്ച്. ഇങ്ങനെയാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ ഓർത്തു. വിടുതൽ നൽകുന്ന എൻ്റെ കർത്താവിനെ ഓർത്തു. യോനായുടെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ തിരുലിഖിതം. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ ഓർത്തു. എനിക്ക് വിടുതൽ നൽകുന്ന എൻ്റെ ദൈവത്തെ ഞാൻ ഓർത്തു. അവിടെ കടന്ന് അവൻ നിലവിളിച്ചു. അവൻ്റെ നിലവിളിക്ക് കർത്താവ് ഉത്തരമരുളി. അവനെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് കർത്താവ് രക്ഷയുടെ തീരത്തേക്ക് കൊണ്ടുവന്നു. ഒരു തിമിംഗലത്തെ കർത്താവ് അയച്ചു. തിമിംഗലം യോനായെ വിഴുങ്ങി. അതിനുശേഷം നിനവയുടെ തീരത്തേക്ക് അവനെ ഛർദ്ദിച്ചിട്ടു. യോന എഴുന്നേറ്റ് നിന്നു. ഇപ്പോൾ അവൻ നിനവയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവൻ മഹാനഗരമായ നിനവയുടെ നേരെ വാ തുറന്ന് സംസാരിച്ചു. മഹാനഗരം മുഴുവൻ അവൻ്റെ മുമ്പിൽ അവൻ്റെ സ്വരം കേൾക്കാൻ കാതോർത്തു. മഹാരാജ ഉൾപ്പെടെ അവൻ്റെ വാക്കുകളെ അനുസരിച്ചു. അവർ ചാക്കൊടുത്തു, ചാരം പൂശി അനുദപിച്ചു. അവൻ രക്ഷയുടെ വലിയൊരു ദൂതനായി, ശുശ്രൂഷകനായി അവൻ ലോകത്തിൽ എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശു ഒരിക്കൽ കൂടെ അവന് ജീവനും ജീവിതവും ലഭിച്ചു. ഒരിക്കൽ കൂടെ അവന് പദവിയും നിലയും വിലയും അഡ്രസ്സും ഉണ്ടായി. തകർന്നടിഞ്ഞ ജീവിതമായിരുന്നു. എന്നാൽ ദൈവം ഉയർത്തി ഒരിക്കൽ കൂടെ സൗജന്യമായി നിലയും വിലയും നൽകി, ജീവനും ജീവിതവും നൽകി അവനെ ഭൂമിയിൽ ഉയർത്തി നിർത്തി. ഹല്ലേലൂയ. മകനെ, മകളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് ഹൃദയം നുറങ്ങി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ അടുത്ത് വന്ന ഒരു കുടുംബത്തിൻ്റെ ദുഃഖം ഞാൻ ഓർമ്മിക്കുകയാണ്. ആ കുടുംബം പറഞ്ഞു, അച്ഛാ, എൻ്റെ മകളെ കല്യാണം കഴിച്ചു വിട്ടിട്ട് 7 വർഷം കഴിഞ്ഞു, ഇതുവരെയും കുട്ടികളുണ്ടായിട്ടില്ല. അവരോട് പറഞ്ഞു, കർത്താവ് സർവ്വ ഭയങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം, കർത്താവിനെ വിളിക്കുക. അവർ പറഞ്ഞു, കുട്ടികളുണ്ടായാൽ തീർച്ചയായും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തും. 2005 ഡിസംബറിലാണ് ആ കുടുംബം ഇവിടെ വന്ന് കർത്താവിനെ വിളിച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2006 ഡിസംബർ മാസത്തിലെ 2-ാമത്തെ വെള്ളിയാഴ്ച ഞാൻ നോക്കുമ്പോൾ ആ കുടുംബം വീണ്ടും സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞു, അച്ഛാ, എൻ്റെ മകൾ ഗർഭിണിയാണ്, അവൾ ഇന്ന് 5-ാം മാസമാണ്. അവൾ ആദ്യത്തെ കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ കുടുംബത്തിൻ്റെ കണ്ണുനീരിൽ അവർ മനം നൊന്ത് കർത്താവിനെ വിളിച്ചപ്പോൾ കർത്താവ് അവരുടെ രക്ഷയ്ക്കെത്തി. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടെ എന്നെ വിടുവിച്ചു. പ്രാർത്ഥിക്കാം.
പിതാവേ, ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ തിരുക്കരങ്ങളിലേക്ക് എടുത്തു സമർപ്പിക്കുന്നു. ഈ നിമിഷം തൊട്ടനുഗ്രഹിക്കണമേ. ഈ നിമിഷം അത്ഭുതങ്ങൾ നടക്കട്ടെ. പുത്രൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പിതാവേ ഇപ്പോൾ കുടുംബങ്ങളിൽ വലിയ വിടുതലിൻ്റെ അഭിഷേകങ്ങൾ അവിടുന്ന് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. ജീവിക്കുന്ന കർത്താവ്, സ്വർഗത്തിലെ ദൈവം ഇതാ നമ്മുടെ മധ്യേ നമ്മോട് കൂടെ ആയിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ മകനെ, മകളെ ഹൃദയം തുറന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ രക്ഷയുടെയും വിടുതലിൻ്റെയും വലിയ അഭിഷേകങ്ങൾ കർത്താവ് ഈ നിമിഷങ്ങളിൽ ദാനമായി നൽകും. കണ്ണുനീരിൽ കുതിർന്ന ജീവിതങ്ങൾ ഇപ്പോൾ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. മക്കളെ, ഇത് പ്രാർത്ഥനയുടെ നിമിഷം. ആരെല്ലാം അവൻ്റെ പക്കൽ നിലവിളിച്ചുവോ അവരെല്ലാം പ്രകാശിതരായി. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. കർത്താവേ, ഇന്ന് ഞാനും എൻ്റെ കുടുംബവും വേദനയാൽ ഭാരപ്പെടുകയാണ്. ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് നൊമ്പരങ്ങൾ ഇന്ന് കുടുംബത്തിൽ തളം കെട്ടി കിടക്കുകയാണ്. എത്ര ചികിത്സിച്ചിട്ടും സൗഖ്യം കിട്ടാത്ത രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത വിധം നിഗൂഢമായ രോഗപീഠകൾ, പകലുകളിൽ ശമനമില്ലാത്ത വേദന, ഉറക്കം കിട്ടാത്ത രാത്രികൾ. കർത്താവേ, എൻ്റെ രോഗത്തിലേക്ക് വരണമേ. യേശുവേ, ഇന്ന് എന്നെ സഹായിക്കാൻ ആരുമില്ല. കഠിനമായ ക്യാൻസർ രോഗം, എല്ലാവരും ഉപേക്ഷിച്ച അവസ്ഥയിൽ രോഗത്തിൻ്റെ വേദന കൊണ്ട് തളർന്ന മനസ്സുമായി അങ്ങയുടെ തിരുമുമ്പിൽ ഞാനിതാ വന്നിരിക്കുകയാണ്. എൻ്റെ യേശുവേ, അസ്ഥി തുളച്ചു കയറുന്ന വേദന, അസ്ഥിയുടെ തേയ്മാനങ്ങൾ, മജ്ജസംബന്ധമായ രോഗങ്ങൾ. കർത്താവേ, എൻ്റെ അസ്ഥി രോഗങ്ങളിലേക്ക് വരണമേ. മഞ്ഞപ്പിത്തം, കരൾ രോഗങ്ങൾ, രക്തസംബന്ധമായ രോഗങ്ങൾ, ഷുഗർ, കൊളസ്ട്രോൾ, ഒരുപാട് രോഗങ്ങളോടുകൂടെ ഒരു ചുമട് രോഗങ്ങളുമായി ഇതാ ഞാൻ വന്നിരിക്കുകയാണ്. രോഗത്താൽ വലയുന്ന എൻ്റെ ജീവിതത്തിലേക്ക് യേശുവേ അവിടുന്ന് വേഗം വരണമേ. രോഗത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും വിടുതലും സൗഖ്യവും നൽകണമേ. രോഗത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും യേശുനാഥ വിടുതലും സൗഖ്യവും നൽകണമേ. ഞാനിത വിളിക്കുന്നു യേശുവേ വരേണമേ. യേശുവേ, ഞാനിത വിളിക്കുന്നു യേശുവേ വരേണമേ. ഇപ്പോൾ തന്നെ സുഖപ്പെടുത്തണമേ കർത്താവേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. എല്ലാ ദൈവമക്കളും ഇപ്പോൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി
എൻ്റെ രക്ഷിതാവേ, എൻ്റെ രോഗത്തിലേക്ക് കടന്നു വന്ന് എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ പാരമ്പര്യമായ രോഗങ്ങളാകാം, ഡോക്ടർമാർ ഉപേക്ഷിച്ച രോഗങ്ങളാകാം, ചികിത്സ ഫലിക്കാത്ത ശരീരമായിരിക്കാം, ചികിത്സിക്കാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആരുമില്ലാത്ത അവസ്ഥയിലുള്ളൊരു വ്യക്തിയാകാം, രോഗിയായി കിടക്കയിൽ കിടക്കുന്ന അവസ്ഥയായിരിക്കാം. മകനെ, മകളെ, യേശു ക്രിസ്തുവിനെ വിളിക്കുക, യേശു ക്രിസ്തുവിനെ വിളിക്കുക. ഈ നിമിഷങ്ങളിൽ സൗഖ്യമുണ്ട്, ഈ നിമിഷങ്ങളിൽ അത്ഭുത വിടുതലുണ്ട്. അവനെ വിളിച്ചവർ അനേകായിരങ്ങൾ സൗഖ്യപ്പെട്ടിട്ടുണ്ട്. നീയും സൗഖ്യം പ്രാപിക്കും. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 എന്നെ സ്പർശിക്കണമേ കർത്താവേ, എന്നെ സ്പർശിക്കണമേ കർത്താവേ, എന്നെ തൊടണമേ കർത്താവേ, യേശുവേ. അനേകരിലേക്ക് കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നു. കാലുകൾ മടക്കാൻ പറ്റാത്തവർ, കൈകൾ ഉയർത്താൻ പറ്റാത്തവർ, തളർവാദം പിടിച്ചവർ യേശു ക്രിസ്തുവിനെ വിളിക്കുന്നു. സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. മുടന്തുള്ള പാദങ്ങൾ, മുടന്തുള്ള പാദങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു. എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം ഇടുപ്പിനും കൈകാലുകൾക്കും തളർച്ച അനുഭവിക്കുന്നവർ ഇപ്പോൾ ചാടി എഴുന്നേൽക്കുന്നു. അത്ഭുത രോഗശാന്തികൾ കർത്താവ് ദാനമായി നൽകുന്നു. നാവിന്റെ കെട്ടുകൾ അഴിയുന്നു. സംസാര ശക്തി ഇല്ലാത്തവർക്ക് ഇപ്പോൾ സംസാര ശക്തി നൽകി കർത്താവ് സൗഖ്യം നൽകുന്നു. Hallelujah, Maranatha. എൻ്റെ പേര് ജിൻസി. എൻ്റെ വീട് വയനാട് പുൽപ്പള്ളി താമസിക്കുന്നു. എനിക്ക് ചെവിക്ക് കേൾക്കാൻ സാധിച്ചു. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സഹോദരിയുടെ ഹസ്ബൻഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹസ്ബൻഡിനെ എങ്ങോട്ടൊന്ന് വിളിക്കുകയാണ്. എൻ്റെ പേര് ജോജി. ഞങ്ങൾ വയനാട് പുൽപ്പള്ളിയിൽ ശശിമല എന്നിട്ട് ഇടവേല താമസിക്കുന്നത്. ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഞാൻ 4 മാസം മുമ്പ് ഇവിടെ വന്ന് ധ്യാനത്തിൽ കൂടാൻ വന്നായിരുന്നു. അന്ന് എൻ്റെ ജന്മദിനമായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ ഈ അൾത്താരെ കയറ്റി നിർത്തി എൻ്റെ ആശംസയൊക്കെ വന്നായിരുന്നു ലാസ്റ്റ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നി എൻ്റെ ഭാര്യനെ ഇവിടെ കൊണ്ടുവന്ന് ധ്യാനിപ്പിച്ചാൽ ഇതിൽ സൗഖ്യം കിട്ടുമോ എന്ന്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു 1.5 വയസ്സായ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ കുട്ടീനെ എന്നെ വീട്ടിൽ നിർത്തിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കുട്ടീനെ കൊണ്ടുവരാൻ, നീ കൊച്ചിനെ നോക്കി പുറത്തിരുന്നാൽ മതി, ഭാര്യ ധ്യാനം കൂടിക്കോട്ടെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ വേണ്ട, കൊച്ചു വീട്ടിലിരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പം ചെറിയ പേടിയുണ്ടായിരുന്നു, കൊച്ചു കരയോ ഇല്ലയെന്ന്. ഞാൻ 2 പ്രാവശ്യം ഫോൺ വിളിച്ചു. പുള്ളിക്കാരി നല്ല സന്തോഷമാണ്. ഫോൺ എടുക്കുമ്പോൾ പുള്ളിക്കാരത്തിന് ഓടി ഒന്ന് ഫോണൊക്കെ എടുക്കുന്നത്, ചെറുതായിട്ട് വർത്താനം പറയും. ശരിക്കല്ല, എനിക്ക് ഭയങ്കര സന്തോഷമായത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കൗൺസിലിംഗ് പോയപ്പോഴാണ് ആന്റണി സാറിൻ്റെ അടുത്ത് പോയപ്പോഴാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് സാറ് ഒരു ചെവി അടച്ചു പിടിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു, സ്തുതിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഭയങ്കരമായിട്ട് ചെവിക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു. അപ്പം ലാസ്റ്റ് ചോദിക്കുമ്പം എന്നോട് പുറത്തിറങ്ങിന്നോളാൻ പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ പുറത്തിറങ്ങി പോയി. ജിൻസിയെന്ന് വിളിച്ചു. അപ്പം വിളി കിട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഈ ചെവി കേൾക്കാത്തത് തുടങ്ങിയിട്ട് എത്ര കാലമായിട്ട് ചെവി കേൾക്കാത്തത്? ജന്മനാ തൊട്ടാ. ജിൻസിയുടെ അമ്മ വന്നിട്ടുണ്ട് ഇവിടെ. ജിൻസിയുടെ അമ്മ ഈ കാര്യത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നത്. എനിക്ക് 8 പിള്ളേരുണ്ട്. അതിൽ ഏറ്റവും ഇളയതാണ് ഈ കുട്ടി. അതിന് ജന്മനാ തന്നെ ചെവി കേൾക്കില്ല. 5 വയസ്സ് വരെ വർത്തമാനവും പറയില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു ധ്യാനം നടത്തി. അപ്പം അവിടെ അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ മതി, സ്കൂളിൽ കൊണ്ടുവിടാൻ പറഞ്ഞു. PDC വരെ 10ാം ക്ലാസ് വരെ തോക്കാതെ പഠിച്ചു. PDCക്ക് വിളിച്ച് 2nd ക്ലാസ് ആയപ്പോഴത്തേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ 1 വർഷം ആയപ്പോഴത്തേനും കല്യാണം ആലോചിച്ച് കല്യാണമൊന്നും നടക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ കർത്താവ് അതിനെ സുഖപ്പെടുത്തി. ഈ മോൻ വന്നു, അവന് കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളെ രണ്ടിനെയും ചെവി കേൾക്കില്ല എന്നുള്ള വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ജോജി ആ സഹോദരിയെ വിവാഹം ചെയ്തു.
Praise the Lord. കർത്താവിന് 1000 നന്ദി. ഈ കുട്ടിക്ക് ജന്മന ചെവി കേൾക്കില്ലായിരുന്നോ? ഇപ്പൊ ശരിക്കും ചെവി കേൾക്കണുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. സന്തോഷമായോ? ഇവളുടെ പേരെന്താ? ജിൻസി. കേൾക്കണുണ്ടോ? ഞങ്ങൾ പറഞ്ഞെല്ലാം കേൾക്കണുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജിൻസി, വലിയ അത്ഭുതം കർത്താവ് ഈ ജന്മന കേൾവിയില്ലാത്ത കാതുകൾ തുറന്നു കൊടുത്ത് കർത്താവ് ആ മകളെ അനുഗ്രഹിച്ചു. ജിൻസിയുടെ അമ്മ ഈ കാര്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നു, ജിൻസിയുടെ ഹസ്ബൻഡ് ഈ കാര്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. ജിൻസിയുടെ ഹസ്ബൻഡിന് പരിശുദ്ധാത്മാവിന് ഒരു പ്രേരണ കൊടുത്തിരുന്നു, ഈ ധ്യാനത്തിൽ വെച്ച് കർത്താവ് ചെവി തുറക്കും എന്നൊരു പ്രേരണ കർത്താവ് കൊടുത്തിരുന്നു. അങ്ങനെ ആ തോന്നൽ, ആ ഒരു ആത്മീയ പ്രേരണ കിട്ടിയിട്ടാണ് അവർ വന്നത്. കർത്താവ് അതുപോലെ തന്നെ അത്ഭുതത്തെ ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് സ്വയമാകപ്പെടുത്താം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാങ്ങിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാങ്ങിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. Hallelujah, Maranatha. എൻ്റെ പേര് കുഞ്ഞുമോളെ. വർഷങ്ങളായിട്ട് എനിക്ക് നടുവേദനയായിരുന്നു. കുറേ നേരം നിൽക്കാനോ കുറേ നേരം ഇരിക്കാനോ അതുപോലെ കൈ ഉയർത്തി ഇങ്ങനെ സ്തുതിക്കാനോ കൈകൊട്ടാനോ ഒക്കെ പറ്റിയല്ല. തോളിനിങ്ങനെ തേയ്മാനം ഒക്കെ ഉള്ളതാണ്. എന്നാലും കുറച്ച് ഇന്നലെ തൊട്ട് ഇവിടെ ഇങ്ങനെ ഒരു വേദന തോന്നി. അപ്പം ഞാൻ ഇന്ന് ഓർത്തു, ദൈവമേ ഇന്നെനിക്ക് വേദനയോട് കൂടിയാണ് ഇനിയിപ്പോൾ തിരിച്ചു പോകുന്നതെന്നൊക്കെ ഓർത്തു. എന്നാലും ഇപ്പം എനിക്ക് നല്ല സൗഖ്യം കിട്ടി. എത്ര നാളായിട്ടുള്ള വേദനയാ? വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 90-ൽ തുടങ്ങിയതാണ്. 1990-ൽ തുടങ്ങിയ വേദനയാണത്. ഇവൾ 16 വർഷം പിന്നിട്ട് വേദനയായിട്ട്. നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടു അങ്ങ് തളർന്നു പോകും. ഒരു 2 കിലോ വെയിറ്റ് പോലും ഇങ്ങനെ എടുത്തിട്ട് നടക്കുമ്പോഴത്തേനും ഞാനങ്ങ് കുരിഞ്ഞു പോകും. നടുവിനൊട്ടും ബലമില്ലായിരുന്നു. ഇപ്പം എനിക്ക് മുട്ടയിലൊക്കെ നിൽക്കുന്നതിനോ കുറച്ച് ഇപ്പം ഞാനിപ്പോൾ നിത്യാരാധനയുടെ അവിടെ പോയി കുറച്ചേരം നിന്ന് 20 മിനിറ്റ് വരെ മുട്ട നിന്ന്. മുട്ട നിൽക്കാവോ? ഒന്ന് മുട്ട നിന്നേ. ഓ ഹല്ലേലൂയ. കൈയടിച്ച് സ്വയമാറ്റപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാങ്ങിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാങ്ങിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ.